ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് 2-3 മാസത്തോളമായി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയ ഐറ്റമായിട്ടാണ്. കോവയ്ക്ക നമ്മൾ പല രീതിയിൽ ഉപ്പേരി വെക്കാറുണ്ട്. നമ്മളൊരു വെറൈറ്റി രീതിയിൽ ഉപ്പേരി തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിപ്പത്തിൽ കട്ട് ചെയ്യുന്ന കേട്ടോ, ഈ രീതിയിൽ. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഒരു ജാറയിൽ ഇട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പം നമുക്ക് വളരെ നൈസായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നമ്മൾ വെക്കുന്നത്. ഈ ജാറയ്ക്കകത്തേട്ട് ഇട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ ഇത് ഈ രീതിയിലായി കിട്ടും. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരല്പം തേങ്ങ അരവിയത്, ഒരു ശകലം സവാള അരിഞ്ഞത്, അല്പം പച്ചമുളക്, ഒരു കളർഫുള്ളിന് വേണ്ടി അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്. ഇത്രയും സാധനം മതി. അപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പ് വെക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും ഈ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ടേക്കാം, നന്നായിട്ട് വഴന്ന് കിട്ടും. ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നു. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചിരവിയും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതേപോലെ നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് മതി. ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം വെള്ളം ഇല്ലാതെയാണ് നമ്മളിത് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് മൂടി വെക്കാം. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വീണ്ടും മൂടി വെച്ച് ഇളക്കി എടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുറന്ന് വെച്ച് ഡ്രൈ ആക്കി ഒന്ന് ചിക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ കോവയ്ക്ക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉപ്പേരി വെക്കുന്നതിനും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ നൈസായിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. നമുക്കൊത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെയാണ് കഴിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.